പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അപ്പോൾ നമ്മുടെ നിക്ക് ശരിയും ഇങ്ങോട്ടൊന്ന് പിടിക്കും, ഞാൻ പറയട്ടെ. അങ്ങനെ നമ്മുടെ പ്രാവശ്യത്തെ ഓണസദ്യ, 2025 ഓണസദ്യ അത്യാവശ്യം നല്ല അങ്ങനെ 1 മാസത്തെ ലീവിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് യുടെ മണ്ണിലേക്ക് എത്തി കേട്ടോ. ജോലിക്കൊക്കെ കയറി അടിപൊളിയാണ്, സുഖമാണ്, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നബിദിനാണ്, അതായത് മൗലൂദ് നബിയാണ്. അത് കഴിഞ്ഞിട്ട് വേറെന്ന് പറയണമെങ്കിൽ ഓണാണ്. അപ്പോൾ നമുക്കിന്ന് ഓണസദ്യ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഓണസദ്യക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളെ ക്ഷണിച്ച നമ്മുടെ ടീച്ചർക്ക് വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോകാൻ പോവാണ്. ഇനി ടീച്ചർ വീഡിയോ കാണണമെങ്കിൽ ടീച്ചർ താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് അസ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് തുടങ്ങണം. അപ്പം നിസാം പോയിട്ടുണ്ട്. നിസാം ഭയങ്കര ഒരുങ്ങലൊക്കെ കേട്ടോ, ഒന്നും പറയണ്ട. നിസാം ആകെപ്പാടെ അവനക്കൊരു പൊലിവ്, ഭയങ്കര പൊലിവ്, ഒന്നും പറയണ്ട. മുണ്ടെടുക്കണ്, ഷർട്ട് എടുക്കണ്, വാച്ച് പറഞ്ഞിട്ട് ഓടിക്കണ വാച്ച് എടുക്കാൻ, ആകെ പൊലിവിൽ നിസാം നടക്കണേ. അപ്പോൾ നിസാം വന്ന് കാണിച്ചു കേട്ടോ അവൻ്റെ ഇന്നത്തെ ഡ്രസ്സിങ്. നമ്മുടെ ഡ്രസ്സിങ് ഒന്നുമില്ല, ടീഷർട്ടും ജീൻസ് പാൻറ്റും, നീല ജീൻസും ടീഷർട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ പോട്ടെ. അപ്പോൾ ആൾ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരട്ടാ. പൊലിവോട് കൂടിയിട്ട് അത് വരുന്നടാ. മുണ്ട കൊടുത്തിട്ട് മടക്കുത്ത് കുത്തി അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥകൾ. കണ്ടില്ല നിങ്ങൾ? അപ്പം നമുക്ക് നേരെ ഓണസദ്യക്ക് പോകട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു മീലാദുൻ നബി വിഷ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ ഒരു ഓണാഘോഷം വിഷ് ചെയ്തിട്ട് നമ്മൾ വ്ളോഗിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ നാട്ടിൽ നമ്മൾ കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്തിരുന്നു കേട്ടോ. അത് വ്യൂസ് എന്ന് പറയാൻ വലിയ വ്യൂസ് ഒന്നുമില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ആ വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പറയട്ടെ, ലൊക്കേഷൻ അപ്പോൾ മേടിക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടി ഓടുമ്പോൾ ഒന്നും വീഡിയോ എടുക്കുന്ന പരിപാടിയില്ല. വണ്ടി ഇവിടെ നിർത്തിയിട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, മനസ്സിലായോ? അപ്പം എന്താ പറഞ്ഞു പോയി, അത് പോയല്ലടാ, ഇന്ന് സമയൻ്റെ ഇടയിൽ നിന്ന് പോയല്ല. ഈ ചെങ്ങായി എനിക്കുണ്ട് വല്ലാത്ത ശല്യം കേട്ടോ. ഇങ്ങനെ കയറിങ്ങാണ്ട് ഇങ്ങനെ കുണഞ്ഞിങ്ങനെ ഇരിക്കും, അതുകൊണ്ട് വേറെ ഒന്നും നടക്കില്ല, അത് പ്രശ്നം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 100-150 വ്യൂസൊക്കെ നമ്മളെ വീഡിയോസിന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് ആ വ്യൂസ് എന്നൊക്കെ പറയുന്നത് അടിപൊളി കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ വ്യൂസ്. പിന്നെ അത്യാവശ്യം ഒരു 60-70ഓളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വെറും ഒരു 10 വീഡിയോസ് ഇട്ടേന്ന് നമുക്ക് കയറിയിട്ടുണ്ട്. ഷോർട്സ് ഇട്ടുന്ന ഷോർട്സൊക്കെ അത്യാവശ്യം വ്യൂസ് പോയിട്ടുണ്ട്. 25K വ്യൂസ് പോയ ഷോർട്സ് ഉണ്ട്, 3K 5K ഒക്കെ പോയ ഷോർട്സൊക്കെ പോയ വ്യൂസ് ഉണ്ട് കേട്ടോ. വ്യൂസൊക്കെ പോയ ഷോർട്സ് ഉണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൊമ്പത്ത് കണ്ട് എത്തിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരും. അപ്പം നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസദ്യയാണ്. അപ്പോൾ നമ്മൾ നേരെ ഓണസദ്യക്ക് പോവാണ്. അവിടുത്തെ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്ളോഗ് ഫുള്ളാക്കും. അല്ല ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ് ഇവിടെ ചെന്ന് നിർത്തിങ്ങാണ്ട് അത് ഷോർട്സ് മിൽക്കായിട്ട് ഒതുക്കും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്
സ്വാഗതം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ആരോ എവനോ തെറികൾ വരുന്നുണ്ട്. അത് തെറി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയത്തിൻ്റെ തുടക്കമാണ്. പിന്നെ കമൻറ്റ് ബോക്സ് അത് നടക്കും. പക്ഷേ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തും എഴുതാം. സ്വാഗതം. നമ്മളതിനൊന്നും ആരും എതിർക്കില്ല. നല്ലത് എഴുതാം, നിങ്ങൾക്ക് തെറി എഴുതാം, എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ഫോണും തൂക്കി പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തൊലിക്കട്ടി വേറെ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തൊലിക്കട്ടില്ലേ? കൂടുതൽ കുറവാ. അപ്പോൾ വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോളൂ കേട്ടോ. നമുക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്ന സംഭവം അതാണ് നമുക്ക് വേണ്ടിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും വേണ്ട. നിങ്ങളെ സന്തോഷം നമ്മളെ സന്തോഷം. അപ്പോൾ തെറി കമൻറ്റ് എഴുതുന്നവർ എഴുതുക. പക്ഷെ ഒരു 1.5 ഇതൊരു തെറി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ തെറി കമൻറ്റ് ഞാനൊന്ന് ഹൈഡ് ചെയ്തു. പക്ഷെ അത് കാരണം വെച്ച് കുറച്ച് ഫാമിലീസൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ട് നമ്മൾ വീഡിയോസൊക്കെ. അപ്പോൾ അവർ കാണുന്ന ടൈമിൽ അത് മോശമല്ലേ? അപ്പോൾ അവർ കമൻ്റൊക്കെ ജസ്റ്റ് എടുത്ത് വായിക്കുന്ന ടൈമിൽ അത് ഇട്ടവനക്കും മോശമാണ്, എനിക്കും മോശം എന്ന് വെച്ചാൽ ഞാനല്ല ഇട്ടത്. പക്ഷെ എന്നാലും ഞാൻ മുഖേനയാണല്ലോ ആ ഒരു കമൻറ്റോടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കമൻസുകളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിടും. എഴുതേണ്ടവർ എഴുതിയിട്ടുള്ളൂ കേട്ടോ, പ്രശ്നമുള്ള ദിവസമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഐഡിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചെക്ക് ചെയ്തതാണ്, അതിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്താണ്. സൗദിയിലാണെന്ന് തോന്നുന്ന ആൾ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആൾക്കൊന്നും ജസ്റ്റ് ഒന്ന് തപ്പിയപ്പോൾ സൗദിയിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു മുത്ത ഫോർ യുവർ കമൻറ്റ് എന്ന് നിന്നോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇനി കൂടുതൽ വലിച്ചു നീട്ടണ്ട, നമുക്ക് നേരെ പോയിട്ട് സദ്യ, ഓണത്തിന് സദ്യ മസ്റ്റാണ്. അതിൻ്റെ കൂടെ പായസം, പപ്പടം, പിന്നെ എന്താണ് പഴം കുഴച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ സദ്യ. പിന്നെ ഏതോ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൽ ഒരു എണ്ണമില്ല ഒരു നല്ലൊരു സെറ്റപ്പ് എന്ന് പറയാൻ. രക്ഷപ്പെട്ടിട്ട് വേണം ഞാൻ രക്ഷപ്പെടാനെന്നും ചിന്തിക്കണം ഞാനും, ഞാൻ രക്ഷപ്പെട്ടിട്ട് വേണം രക്ഷപ്പെടാനെന്നും ചിന്തിക്കണം ഓനും. അങ്ങനത്തെ ഒരു കഥയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ജമീലാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഷാർജ ജമീല വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാൻ കേട്ടോ. നമുക്ക് നേരെ ഇത് മേടിച്ചിട്ട് വരാം. ഇവിടെ ഉള്ളിലത്തെ ഇവിടുത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് സാധനം മേടിച്ചിട്ട് വരാം. ഈ ഹംക്കിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമായി കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസിനാണ് ഈ കാണുന്നത്. ജമ്മിയുടെ ഉള്ളിൽ കയറിയിട്ട് എന്താ എൻ്റെ കഥ. ഓണസദ്യ തിന്നണ്ടേ? 1 മണിക്ക് കഴിഞ്ഞില്ല നിസ്സാമേ എൻ്റെ കഥ. ഫോട്ടോ എടുക്കണം പോലും. എങ്ങനെ ഒന്നൂടി പറഞ്ഞേ. ഇങ്ങനെ എന്നിട്ട് അല്ല എന്താ എൻ്റെ പൊലിവ്, തുണിയെടുത്ത പൊലിവാണ് ഇപ്പോൾ അത്. ഷോർട്സിനുള്ള വീഡിയോ എടുപ്പിച്ചിട്ടേ ഭയങ്കര പൊലിവാക്കണ ആള്. ഇത് ലബനപ്പാട്ടാ, നമ്മളെ ദേശീയ ഡ്രിങ്കാണ് ലബനപ്പ്. അപ്പോൾ ഇത് തുറക്കണ്ടേ? ദേശീയ നമ്മുടെ ഡ്രിങ്ക് ലബനപ്പിൻ്റെ കുറേ ഫ്ലേവർ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഇതെന്താണ് എന്താ പോമഗ്രാൻഡാ? പോമഗ്രാനൈറ്റ് അല്ലടാ, പോമഗ്രാനൈറ്റ് അല്ല, പോമഗ്രാൻഡ് അങ്ങനെ തന്നെയല്ലേ പറയാ. പോമഗ്രാൻഡ് തസ്നീന് എന്താണ്? തീനു ആസിൽ ഷെർബ് ലബൻ. ഇംഗ്ലീഷിലെവിടെയാണ്? ഫിഗ് ആൻഡ് ഹണിയാണ് നാരിയത്. ഫിഗാണിത്. ആ ഫിഗില്ലേ മറ്റേ പഴം, അത്തിപ്പഴല്ലേ, അത്തിപ്പഴം. ആ അത്തിപ്പഴത്തിൻ്റെതാണിത്. ഫിഗ് ആൻഡ് ഹണിയാണ് സംഭവം കേട്ടോ. അപ്പോൾ ലെബനപ്പ് പിടിച്ചിട്ട് മുണങ്ങുന്നുണ്ട് ആള്, മുണങ്ങാണ്. പോമോഗ്രാനൈറ്റ്, അതെ പോമോഗ്രാനൈറ്റ്. ഒരു ഡിഗ്രിയാണ് ഇരിക്കുന്നത്, ഡിഗ്രി ഒരു കഥയില്ല. എന്നാലും 10ാം ക്ലാസ്സും ക്വസ്റ്റ്യൻ അടിപൊളി. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പള്ളി കേട്ടോ. അപ്പോൾ ജിമ്മയുടെ ഫ്രണ്ടിലുള്ളൊരു പള്ളിയാണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ, സ്വദേശിവൽക്കരണം അല്ലേ. അപ്പം ഇനി നേരെ നമുക്ക് നമ്മൾ സാധനം മേടിച്ചിട്ട് ചെറിയൊരു ചോക്ലേറ്റ് മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. നേരെ നമുക്ക് പോവാം. എന്നിട്ട് അടുത്ത വിശേഷം അവിടെ എത്തിയിട്ട് കാണാം. അതായിരിക്കും നല്ലത്.
ഇവിടെ എവിടെയാണ് ഒരു വീട്. ഇവിടെ ലൊക്കേഷൻ കാട്ടിയത് ഇവിടെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ ഉണ്ട്. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ അത് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ക്ലിപ്സും കൂടി ആഡ് ചെയ്യാം. 2 മണി കണ്ടെന്ത് കാര്യം, ഉള്ളേരെത്തണ്ടേ? ഒറ്റക്ക് എനിക്ക് ഒറ്റക്കൊന്നും തരൂല. അപ്പോൾ നേരെ പോട്ടെ, തിരക്ക് 2 മണിക്കണം. ഓണസദ്യ 2 മണിക്കല്ലേ തന്നെ, ശരിക്കും 11 മണിക്ക് ഓണസദ്യ തിന്നണം. പക്ഷെ നമ്മൾ ജുമായുള്ളതുകൊണ്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ആക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അവിടെ പോയിട്ട് കാണട്ടെ. ചലച്ച് നിന്നാൽ ഞാൻ അങ്ങനെ ചലച്ചിക്കും, അതാ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യക്കുള്ള വിഭവങ്ങളാണ് കേട്ടോ. ഇത് തോരനല്ലേ? ഇത് ഉരുളങ്കിഴങ്ങിൻ്റെ തോരനല്ലേ? ഉരുളങ്കിഴങ്ങ് തോരന്, നല്ല കുത്തരി ചോറ്, പിന്നെ ഇത് സ്വീറ്റ് കേട്ടോ. ഇത് സ്വീറ്റ് അല്ലേ ചേട്ടാ? സ്വീറ്റ്, പിന്നെ ഒരു ഉപ്പേരി, ഒരു കൂട്ടുപ്പേരി, വേറൊരു കൂട്ടുപ്പേരി, നല്ല സാമ്പാർ, പായസം മെയിൻ സാധനം. പിന്നെ ഇവിടെ പടം ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ചേട്ടനെല്ലാം നമുക്കിങ്ങനെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്താ ഐറ്റംസ് ഉള്ളത് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഓരോരുത്തരുടെ പേര്. ഇത് കിച്ചടി അല്ലേ? കിച്ചടി. ഇത് അവിയൽ, ആ. പിന്നെ ഇത് മോരുകറി അല്ലേ? ഇത് പരിപ്പ് കറി, ഇത് അവിയൽ, ഇത് ഇവിടെ രസം, പിന്നെ മോര്. അപ്പോൾ ഇതിന് നമ്മളൊരു ചെറിയൊരു അടിപൊളി ഓണസദ്യ അല്ലേ? അപ്പോൾ ഇത് കിച്ചടി, ഇത് പച്ചടി, ഇത് പഴം പച്ചടി, ഇത് നമ്മളെ പാവയ്ക്ക, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ, പരിപ്പ്, ഇത്ര ഐറ്റങ്ങൾ. പിന്നെ ഇത് മെയിനാണല്ലോ സദ്യയിൽ നമ്മളെ മെയിൻ. ഇത് ശർക്കരപ്പേരും കായ വറുത്തും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഹാപ്പി ഓണത്തിനുള്ള വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് us and all. അപ്പോൾ ഓണത്തിനെ കുറിച്ച് 2 വാക്കുകൾ ഉരിയാടിയാലും. ഹാപ്പി ഓണം, അത്രേ ഉള്ളൂ. നല്ലപോലെ പറയും. എന്തെങ്കിലും 2 വാക്ക് ഉരിയാടിയാലും. ഓണത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് ഉരിയാട്. ഓണം മതസൗഹാർദ്ദത്തിന്റെ നമ്മളെ കേരളീയ ഉത്സവമാണ് ഓണം. ഓണം കേരളത്തിൽ ദേശീയ ത്യോഹാറാണ്. ആ, നമ്മള് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായല്ലോ ഓണത്തിന്റെ. അപ്പോൾ പിന്നെ നമ്മള് ഫാമിലികളൊക്കെ ഒന്നിച്ചൊരു ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗദർ, നമ്മളെ സ്നേഹിതന്മാരും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇപ്പോൾ ഇല്ല, നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തുകൂടൽ, ഒരു സന്തോഷം, അതാണ് വേണ്ടത്. ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോയതുകൊണ്ട് അവിടെ കറങ്ങാൻ ഉദ്ദേശമുള്ളതുകൊണ്ട് ടൂർ. അപ്പം നമ്മളെ ടൂറിനെ കുറിച്ചിട്ടാണ് നിസാമ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മെയിൻ സാധനം നമ്മളെ വാഴയില നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. വാഴയിലുണ്ട്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിച്ച് തുടങ്ങാം അല്ലേ? അപ്പം ഇനി ഫുഡ് കഴിക്കുന്നത് കാണാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാ വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, ഏതാ ഇവിടെ ഒന്നും ഇട്ടൂടെ കേട്ടോ? ഇടല്ലേ? ഇതൊന്ന് വേണമെങ്കിൽ കുറച്ച് കയറ്റിയിടാം. ഓക്കെ അല്ലേ? ഇവിടെ ഒന്ന് 2 3 4 1 മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കുറച്ച് വേണമെങ്കിൽ കുറച്ച് വലിക്കണമെങ്കിൽ വലിക്കാം. കുറച്ച് നീക്കിയിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് ഇടണമെങ്കിൽ ഇട്ടാം. 5 ആളല്ലേ ഉള്ളൂ? അല്ലേ ഉള്ളൂ? ഇടാനും സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് നീക്കിയാലോ? 5. ഇതിങ്ങോട്ട് കുറച്ച് നീക്കിയാ പോരാ? അതൊന്ന് പിടിച്ചു കഴിഞ്ഞാല് ഇത് നീക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഇത് നമുക്ക് പുറത്തേക്ക് ഇപ്പൊ തൽക്കാലം പുറത്തേക്ക് ഇടണോ? ഇത് പുറത്തേക്ക് ഇടണോ? ജസ്റ്റ് മതി. 6 ആളല്ലേ ഉള്ളൂ? ആദ്യം 6 ആളല്ലേ ഉള്ളൂ? ആദ്യം ആ അങ്ങനെ.
പേര് പറഞ്ഞു സെറ്റല്ലേ ഇത് ഇഞ്ചി ഓക്കെ ഓക്കെ ഇത് ഓക്കെ ഞാൻ പിന്നെ എല്ലാവരും വെള്ളം വെച്ച് കൊടുക്കാൻ ഒരിക്കലും മാങ്ങ ഇത് ചെയ്യാം അങ്ങോട്ട് പോയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ അടുത്തെന്താ ചേട്ടാ അടുത്ത കിച്ചടി അല്ല അത് എനിക്ക് തന്ന് പാസ് ചെയ്ത് വാ മതിയോ ചേട്ടൻ പറഞ്ഞ വേറെ വകുപ്പില്ല അങ്ങനെ ഉണ്ട് സമൃദ്ധി ആയിരിക്കണം ഫോട്ടോ പാസ്സായി അല്ല എന്നാ എഡിറ്റ് ചെയ്യാ എഡിറ്റ് ഇന്ന് കിട്ടാം നമുക്ക് ശരി പിന്നെ ഇതിപ്പം ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ രീതി ചെയ്യണ്ട ഇനി ചെറുപാട് ഇടുമ്പോൾ എല്ലാ കാര്യത്തിലും തിരക്കാം ഞാൻ ചിരിച്ചാൽ മതി പക്ഷെ സൂപ്പർ ആയിരുന്നിട്ടാ പൂവിന്റെ മറ്റേ ഇത് പോയിട്ട് ഉള്ളിലേക്ക് ഇതാക്കണ്ടേ വെള്ളം വേണ്ടേ അല്ല ഇത് പാസ് ചെയ്തല്ലോ അത് വന്നില്ല അവിടെ വെച്ചില്ല ഞാൻ അടുത്തായിട്ട് ടീച്ചർ എന്നോട് ചേട്ടൻ നിവർത്തി ഇട്ടല്ലെന്ന് പറഞ്ഞേ രണ്ടാമത്തെ അപ്പുറത്തെ സെക്ഷനിൽ വരാം ഏതില് നെക്സ്റ്റ് എന്നാ ചെയ്യുന്ന ഞാൻ മൂടെല്ലാം പോക്കി അടുത്ത് അവിയല് മധുരപ്പച്ചടി നിസാമേ പഴപ്പച്ചടി കേട്ടോ അപ്പൊ ഒരു പ്ലേറ്റ് മാത്രം വെച്ചാൽ മതിയോ അല്ല ആശ്മിനക്ക് മാത്രല്ലേ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരൊറ്റ പ്ലേറ്റ് വെച്ചാൽ മതി അപ്പൊ ഈ പ്രാവശ്യം 2025 നമ്മളെ ഓണസദ്യയാണ് കേട്ടോ. ഇന്നത്തെ ഓണസദ്യന് അത്യാവശ്യം വിഭവങ്ങളോട് കൂടിയിട്ട് നമ്മളെ ചിന്തു മിസ് നമുക്ക് വേണ്ടി സ്വന്തം ചിന്തു മിസ് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ചിന്തു മിസ്. ചിന്തു മിസ്സിനൊന്ന് കാണിച്ചു കൊടുക്കൂ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ചിന്തു മിസ്സിനോട് വളരെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ പൊതുവേ സദ്യയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഞാൻ ഇവിടെ സദ്യ ഉണ്ടെങ്കിലും പോയിട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കൂട്ടൊക്കെ കൂട്ടിങ് ആയിട്ട് ഫസ്റ്റത്തെ പിടിയാണ്ട് പിടിക്കുന്നുണ്ടല്ലോ. സൂപ്പർ. ഇവന് പ്രത്യേകം എടുക്കണം. ആദ്യത്തതും അവസാനത്തതും എടുക്കണം. നല്ല തട്ടാട്ടോ. എന്താ തട്ട് നോക്ക്. പഴം കുഴക്കട്ടോ. കഴിഞ്ഞിട്ട് പപ്പടം.
അതൊക്കെ എനിക്ക് വേണ്ട. അതൊന്നും ഷെയർ ചെയ്ത് ക്ഷണിക്കാം. താലിബേ. ഞാൻ അടച്ചോ അടച്ചോ, വേസ്റ്റ് ആക്കരുത്. കുഴച്ച് കഴിച്ചോ. ഒറ്റ പിടുത്തം. സൂപ്പർ. വട്ടപ്രഥമൻ പൊളി പൊളി. ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പോയത് അല്ലേ? എവിടുക്കാ? ഞാൻ ആദ്യം പോയി. അല്ല, അങ്ങനെ സദ്യക്ക് വളരെ മനോഹരമായ സദ്യക്ക് എൻ്റെ സമയം. സദ്യനെ കുറിച്ചിട്ട് 2 വാക്ക് ഉരിയാടിയാലും. 4 സ്റ്റെപ്പ് ആയിരുന്നു സദ്യ. ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ അടപ്രഥമനും പഴവും പപ്പടവും, പിന്നെ രസവും മറ്റേ മോര് അല്ല, രസവും മോരും മറ്റേ മാങ്ങ പുളിശ്ശേരി. ഓ പൊളിച്ചില്ലേ? മാങ്ങ പുളിശ്ശേരിയും തൈര് കൊണ്ട് കുടിച്ചോണ്ട് കൂട്ടിയിട്ട് ഓ സെറ്റ്. ഓണമായിരുന്നെങ്കിലും തിരുവനന്തപുരം സ്റ്റൈലിലൊരു ഓണമായിരുന്നു ഞങ്ങളിപ്പോൾ വെച്ചത്. ഓണസദ്യ. ഓണസദ്യ ഇങ്ങനെ ചോറ് വിളമ്പി കൊടുക്കണം. അവരവിടെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ നല്ല ഹെവി സദ്യ കേട്ടോ. ഹെവി സദ്യ, കിഡിലൻ സദ്യ, ഒന്നും പറയാനില്ല. സൂപ്പർ സദ്യ, ഒന്നും പറയാനില്ല. നല്ല ഹാപ്പി ഓണം എല്ലാവർക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാ പൂക്കളം, 2 ആൾക്കാർ കളിക്കുന്നു ഇവിടെ. ആയി പറഞ്ഞോളാം. ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം പറഞ്ഞേ, ഹാപ്പി ഓണം. ഇതേ ചെറിയൊരു പൂക്കളം. ഞാനാ നീട്ടാ? നീട്ട പൂക്കളാ? അമ്മ ഇട്ടതാ? അപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം. ബൈ ബൈ. അച്ചാറെല്ലാം ഉണ്ടാക്കിയതിനോ ഒന്ന് മാറിയത്.